ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു സിമ്പിൾ മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് പീസുകളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തീരെ വെള്ളം ചേർക്കരുത് കേട്ടോ. നല്ല പഴുത്ത മാങ്ങയാവണം. അതടിച്ച് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ ജ്യൂസ്. അപ്പോൾ നമ്മളെ മാംഗോ ജ്യൂസ് റെഡിയായി. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് വിപ്പിംഗ് ക്രീം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ മിഠായി മേറ്റാട്ടോ ആഡ് ചെയ്തത്. നമുക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ഞാൻ ഇത് വിപ്പിംഗ് ക്രീമിലും മിൽക്ക് മെയ്ഡിലും ഓൾറെഡി നല്ല മധുരം ഉണ്ടായതിനെ കൊണ്ട് പഞ്ചസാര ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മളെ ക്രീമും റെഡിയായി. ഇനി നമുക്ക് ഐസ്ക്രീം സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാംഗോ ജ്യൂസ് എടുത്ത് അതിലേക്ക് ക്രീമും കൂടി വിപ്പിംഗ് ക്രീം ഈ അടിച്ച് വെച്ച ക്രീമും കൂടി മിക്സ് ചെയ്ത് നല്ല തിക്നെസ്സിൽ മിക്സ് ചെയ്യണം. തീരെ ലൂസാവരുത് കേട്ടോ. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് രണ്ട് പാത്രത്തിലോട്ടായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാങ്ങ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ നന്നായിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് തന്നെ തണുപ്പിച്ചതിന് ശേഷം നമുക്കൊന്നെടുത്ത് കഴിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക്